guys. നമ്മൾ ഇന്ന് ഗൈസ് 1 star to 5 star ഫുഡ് ആണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് കേരളത്തിൽ 25 രൂപ മുതൽ 25,000 രൂപയുടെ ഫുഡാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഗൈസ് ഇപ്പൊ നമ്മൾ 25 രൂപയുടെ ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. പുട്ടും കിഴങ്ങ് കറിയും. ഗൈസ് ഫസ്റ്റ് ടൈം ആണ് ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യണത്. ഞാൻ ഇന്നേ വരെ പുട്ടും കിഴങ്ങറി കഴിച്ചിട്ടില്ല. 25 രൂപയുടെ ഫുഡാണ്, പക്ഷെ നൈസ് ടേസ്റ്റ് കേട്ടാ, നാടൻ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. മഴയത്ത് ഇങ്ങനെ വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ പുട്ടും കിഴങ്ങറിയും കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു 25 രൂപ ആയിട്ട് ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന്, പക്ഷെ ഒരു വ്യത്യാസമില്ല. വീട്ടിലുണ്ടാക്കുന്ന കറക്റ്റ് ഓജി ടേസ്റ്റ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മളിപ്പോ ബെസ്റ്റ് ലഞ്ച് ആണ് കഴിക്കാൻ വന്നിരിക്കുന്നത്. കഴിക്കാൻ പോയാലോ? ഒരു നല്ലൊരു സ്പോട്ടിലോട്ടാണ് പോകുന്നത്, പക്ഷെ ആ വഴി കണ്ട കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. ഒരു നാടൻ വൈബ് കട. റേഡിയോയില് പാട്ടൊക്കെ എടുത്തില്ലേ, ആ വൈബ്. അനുരാഗാനം പോലെ അഴകിന്റെ നമ്മളിപ്പോ 250 രൂപയിൽ കിട്ടാവുന്ന ബെസ്റ്റ് ലഞ്ചാണ് കഴിക്കാൻ പോകുന്നത് ഗൈസ്. അങ്ങനെ ചോറ് വന്ന് നല്ല കുത്തരി ചോറ്. കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. ഗൈസ് അങ്ങനെ നമ്മള് ബെസ്റ്റ് ലഞ്ചാണ് കഴിക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് പറയാം. മീനും കൂട്ടി കഴിക്കുന്നത്. മീനും കൂട്ടി എല്ലാ സാധനവും എടുത്ത് അത് മീനെന്നറിയാമോ? കണ്ടിട്ട് ഏത് മീനെന്ന് തോന്നുന്നു. ഇല ഐക്കോറ, ആ മീനാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ സാധനങ്ങളും എടുത്ത് ഒരുമിച്ച് വരവി മീനും എടുത്ത് മിക്സ് ആക്കണം. അതാണ് നമ്മളൊരു കേരള സ്റ്റൈല്. ഒരു ഓണ വൈബ്. ഓണത്തിന് മീൻ തിന്നെ. ഗൈസ് അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇത്തണലോരം വാണി ഇത്തിരി നേരം വാ. ഫുഡ് നല്ല ഫുഡായിരുന്നു. കുറെ ദിവസം അതുപോലെ ഒരു നല്ല ഫുഡ് കഴിച്ചിട്ട്. കിടിലൻ അടിപൊളി ലഞ്ചായിരുന്നു. ബെസ്റ്റ് ലഞ്ചായിരുന്നു. അടുത്ത സ്പോട്ട്. വയർ നല്ല ഫില്ലായി. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി കഴിക്കാം. ഇനി രണ്ട് ബീച്ചിൽ 2 റൗണ്ട് ഓടി. ഇവിടെ ഓടിയാ അബി ഓട്. പള്ളി മലർക്കൊമ്പിൽ മെല്ലയൂഞ്ഞാലാടി. ഗൈസ് നമ്മളിപ്പോ 500 രൂപയുടെ ഡെസേർട്ട് കഴിക്കാനാണ് വന്നത്. തണുപ്പുള്ള സാധനം കഴിക്കാൻ തോന്നി. അപ്പൊ അതിന് ഡെസേർട്ട് കഴിച്ചാലോ? 500 രൂപയ്ക്ക് എന്ത് ഡെസേർട്ട് കിട്ടുമായിരിക്കും? 500 രൂപയ്ക്ക് എന്ത് ഡെസേർട്ട് കിട്ടുമായിരിക്കും? കിട്ടും. എസ്തെറ്റിക് പോസ് ഉള്ളു. ഇവന്റെ എസ്തെറ്റിക് ഇങ്ങനെ. നമ്മള് നാട്ടിൻ പുറത്ത് ചോദിച്ചാൽ നമ്മളെങ്ങനെയൊക്കെ ഇരിക്കും? നമ്മളിങ്ങനെയൊന്നും ഇരിക്കത്തില്ല. പ്രണയനില 500 റുപ്പീസിന്റെ കേക്ക് കഴിക്കാനാണ് വന്നത്. 500 റുപ്പീസിന്റെ കേക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് 500 രൂപയുടെ കേക്ക്. ഇത്രയേ ഉള്ളൂ, പക്ഷെ അതിന്റെ സാധനം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല രസമില്ലേ? പുളകമിതാ. ഗൈസ് ഞങ്ങളുടെ അവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കിട്ടും ഫുൾ kg 500 രൂപയ്ക്ക്. ഇത് അതിന്റെ ഒരു പീസ് 500 രൂപ. മധുരമിതാ. എന്ത് സ്നേഹവും നോക്ക്. ഇപ്പൊ ഇവിടെ എന്ത് നടന്നു? സാധനങ്ങളാ. സുഗന്ധിയാം സുവർണ സന്ധ്യയിൽ ഗാലക്സി മുട്ടായിന്റെ ടേസ്റ്റ് ഉണ്ട്. ഗാലക്സി മുട്ടായി അല്ലേ? ഇത് ഫുൾ എടുത്താൻ ആ ടേസ്റ്റ്. ഫുള്ളെടു. മധുരമിതാ. ഫുള്ളായിട്ട് കഴിക്കണം. ഫുള്ളായിട്ട് കഴിക്കുമ്പോൾ അടിപൊളി. സത്യം പറഞ്ഞ ഗൈസ് കുഞ്ഞാണെങ്കിലും 500 രൂപയ്ക്ക് നല്ലതായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടി പറയാം. 500 രൂപയുടെ Hey baby, I wanna love you.
ഗൈസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് ഡെസേർട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. തുടങ്ങാം ഗൈസ്. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. പുക മയം ഫുള്ള്. ഞാൻ ഇത് വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ. ഇത് കാണാൻ വേണ്ടി കറക്റ്റ് ഒരു പഴുത്ത മാങ്ങ. പക്ഷെ ഇതെന്തോ ഐസ്ക്രീം ഡെസേർട്ടാണ്. തിളക്കിട്ടാ ഡെസേർട്ടല്ല, പക്ക മാങ്ങ. ഒരു തോടുള്ള കട്ടി മാങ്ങയിനകത്ത് മാങ്ങ പഴുപ്പ്. പ്രണയനില ഞാനല്ല കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ സാധനം കഴിക്കുന്നത്. അത് ഞാൻ പക്ക കേക്ക് എന്തെങ്കിലും അകത്തിരിക്കുക. എനിക്ക് അകത്തുള്ളിൽ എന്താണ് പിടിച്ചിരിക്കണെന്ന് ഈ അറിയില്ല. സാധനല്ലേ, തോട് ഭയങ്കര കട്ടിയുണ്ട്, അതിനകത്താണ് മാങ്ങയുടെ പഴുപ്പ് ഇരിക്കുന്നത്. അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് 1000 രൂപയുടെ തന്നെ ഒരു വെറൈറ്റി ഫുഡാണ്. ഗൈസ് നമ്മൾ അടുത്ത സാധനമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഓയിസ്റ്റർ. ഇത് സംഭവം ഇത് കുക്ക് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യാത്ത സാധനം കഴിക്കാൻ പോണം. ഗൈസ് ഇത് എങ്ങനെ കഴിക്കണമെന്നല്ല എനിക്ക് അറിയാൻ പാടില്ല. ആദ്യം ഇങ്ങനെ ഇളക്കി വിടണം, എന്നിട്ട് തട്ടിവിടും. ഈ ഷെല്ല് ഭയങ്കര കട്ടി. ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. ഇത് നോക്കി, ഇത് എല്ലാം ഓരോരോ ടൈപ്പ് സാധനങ്ങളാണ്. ഹാഫ് കുക്കേ ഉള്ളൂ ഗൈസ്, പകുതി കുക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണം. ഫസ്റ്റ് ടൈമാണ് ഞാൻ പച്ചയ്ക്ക് ഒരു സാധനം തിന്നാൻ പോണം. ഞാൻ തട്ടിയിടും. ഞാനും മൂഞ്ചി, നീയും മൂഞ്ചും. ഞാൻ വിഴുങ്ങിട്ട് ഞാൻ ചവച്ചില്ല വിഴുങ്ങിട്ട്. പക്ക റോ സാധനം ആയതുകൊണ്ട് അങ്ങനത്തെ ടേസ്റ്റ് ആണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ കൊള്ളാം. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനത്തെ ഒരു സാധനം. ഇതിങ്ങനെ എല്ലാം ഇതിനെ മിക്സ് ചെയ്ത് കഴിക്കണം. ഈ ലെമണ് ചൂസ് ചെയ്ത് കഴിക്കും. അല്ലേ, അത് ഓരോരോ ഫ്ലേവേഴ്സ് ആണ് ഇതൊക്കെ. ഇതൊരു മസാല ഫ്ലേവറാണ്. ഗൈസ് അങ്ങനെ ഇത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ചില ഫ്ലേവേഴ്സ് നൈസാണ്. എനിക്ക് കിട്ടിയ നൈസാണ്. രണ്ടാമത് കിട്ടിയതൊക്കെ ഇവര് ഫ്രീ ആയിട്ട് തരുമാ. നല്ല രസമുണ്ട്. കളക്ഷൻ പൈസ കൊടുത്തല്ലേ ഇതൊക്കെ. പോകല്ലിടുക. ഗൈസ് അടുത്ത് നമ്മൾ 2000 രൂപയുടെ മീനാണ് കഴിക്കാൻ പോകുന്നത്. നല്ല കരിമീൻ. 2000 രൂപയുടെ മീൻ ടേസ്റ്റ് ഉണ്ടോ? ഇത് കാളാഞ്ചി. കൊഞ്ച്. നമ്മുടെ അവിടെ കൊഞ്ചെന്നാണ് പറയണേ. അടുത്ത ഗൈസ് നമ്മൾ ഡിന്നറിന്റെ ഡിഷാണ് കഴിക്കാൻ പോകുന്നത്. മട്ടൺ മന്തി പ്ലേറ്റർ. ഒരു ഹെവി സാധനം. ഇതാണ് 5000 റുപ്പീസിന്റെ ഒരു ഹെവി ഡിന്നർ. ഇത് മട്ടൻ മാത്രമല്ലല്ലോ, മട്ടൺ ഉണ്ട്, മന്തി ഉണ്ട്, പ്ലേറ്റർ ഉണ്ട്. ഇതെല്ലാം ഒറ്റ ഡിഷാണ് ഗൈസ്. ഇപ്പൊ എവിടെ നിന്ന് തുടങ്ങാനൊന്നും മനസ്സിലാവും. ഇങ്ങനെ തുടങ്ങണം. അയ്യോ, വെൽ കുക്ക്ഡായുള്ള സാധനം അവന്റെ എല്ല് മാത്രം തന്നെ കിട്ടി. പൊളി സാധനം. ടേസ്റ്റ് ഉണ്ട്. ഗൈസ് ഈ ഒറ്റ ഡിഷിനകത്ത് തന്നെ ഇതിനകത്ത് ചിക്കൻ പ്ലേറ്റേഴ്സ് വരുന്നുണ്ട്, ചിക്കൻ വരുന്നുണ്ട്, കുറച്ച് കബാബ്സ് ഒരു സാധനങ്ങൾ വരുന്നുണ്ട്, മന്തി വരുന്നുണ്ട്, മട്ടൺ വരുന്നുണ്ട്, പിന്നെ പ്ലേറ്റ് എടുത്ത് 2 എണ്ണം വരുന്നുണ്ട് ഗൈസ്. ഇതെന്ത് സാധനം ഒന്നും അറിയത്തില്ല. ചിക്കൻ ഇതിനകത്ത് എന്തൊക്കെയോ ഫില്ലിങ്സ് ഉണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ എക്സ്പെൻസീവ് ഡിന്നർ, 4 സ്റ്റാർ ഡിന്നർ. ഇത് ചിക്കൻ. ചിക്കന്റെ മേലെ എന്താണെന്ന് മനസ്സിലാവില്ല. കൊള്ളാം. നമ്മൾ ഇത് ഇത്രയും കഴിച്ചു തീർത്തത്. അങ്ങനെയാണ് 4 സ്റ്റാർ ഡിന്നർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിച്ച് മത്തായി ഗൈസ്. എന്നെ ആരെങ്കിലും ഇനി വീട്ടിൽ കൊണ്ടുപോകണം. റെഡായി ഇല്ലേ? നമ്മൾ 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ ഒക്കെ ക്വാണ്ടിറ്റി കുറവായിട്ടല്ലേ കഴിച്ചത്. ചെറിയ ചെറിയ സാധനങ്ങളായിരുന്നു, വില കൂടുതലായിരുന്നു, ചെറിയ ചെറിയ സാധനങ്ങളായിരുന്നു. ഇത് പ്രൈസ് നല്ല കൂടി, ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, ഭയങ്കര കൂടുതലായിരുന്നു. കഴിച്ച് മത്തായി. കുറച്ച് റൈസ് ഉണ്ട്, അത് നമുക്ക് പാർസൽ എടുക്കാം.
ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ഫുഡ് കഴിക്കാനാണ് കൊച്ചിയിൽ വന്നിരിക്കുന്നത്. അത് നമ്മൾ കാലിക്കട്ടിൽ നിന്ന് കൊച്ചി വരെ ട്രാവൽ ചെയ്ത് വന്ന് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇവിടുത്തെ സൺസെറ്റ് ടൈമാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അതറിയാം, ഇത്രയും ക്യാഷ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നല്ല കിടില സൺസെറ്റും ഹാർബറും വ്യൂ എല്ലാം ഒരുമിച്ചാണ് കിട്ടുന്നത്. അതിനു വേണ്ടി മാത്രം നമ്മൾ കൊച്ചി വന്നേ. പൊടിമീശ മുളയ്ക്കണ കാലം ഇടനെഞ്ചില് ബാൻഡടി മേളം. ഇപ്പൊ നമ്മളുള്ളത് 5 സ്റ്റാർ ഹോട്ടലിനകത്താണ്. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഏത് മൂഡ് ഡിന്നർ കഴിക്കാം. അത് തന്നെ ഗൈസ്, നമ്മൾ 1 സ്റ്റാർ ട്രൈ ചെയ്തു, 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ. ഇപ്പോൾ ഉള്ളത് 5 സ്റ്റാറിനകത്ത്. 5 സ്റ്റാറിനകത്തുള്ള ഫുഡിന് നമുക്ക് കാണണ്ടേ. നമ്മൾ 1 സ്റ്റാർ ടു 5 സ്റ്റാർ വന്നപ്പോൾ കാറ്റഗറി മാറി. ഇപ്പോൾ എന്തൊക്കെ മാറിയെന്ന് കണ്ടോ ഗൈസ്? കണ്ടോ, കോംപ്ലിമെൻ്ററി ആയിട്ട് മുറുക്ക്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫുൾ ഒരു റോയൽ വൈബ്. ഇതിനകത്ത് ഫുള്ള് പിന്നെ മറ്റേ പൂക്കളുടെ മണമാണ് ഇതിനകത്ത് ഫുള്ള്. അത് പൂക്കൾ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ഡിഷാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് കേരളത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ഫുഡ്. ഇത് കഴിക്കാനാണ് നമ്മൾ കോഴിക്കോട് നിന്ന് കൊച്ചി വരെ വന്നത്. ഇത് 1 കിലോയുടെ ക്രാബും അത് 1 കിലോയുടെ ലോബ്സ്റ്ററുമാണ്. മൊത്തം കൂടി 2 കിലോ. ഇത്ര പൈസ കൊടുക്കുന്നതിന് അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കണ്ടാ അത് കഴിക്കാൻ തോന്നില്ല. അങ്ങനെ എടുത്ത് ഷോക്കേസിൽ വയ്ക്കാൻ തോന്നുന്നത്. നമ്മൾ ലോബ്സ്റ്റർ ആണ് ഇപ്പൊ ട്രൈ ആക്കാൻ പോകുന്നത്. ആദ്യം ലോബ്സ്റ്റർ കഴിക്കാം ഗൈസ്. ഇത് എങ്ങനെ തുടങ്ങണമെന്ന് പോലും അറിയാൻ പാടില്ല. ഇപ്പൊ കഴിച്ച ലോബ്സ്റ്ററിന്റെ കൂടെയുള്ള ഒരു കാഷ്യൂ നട്ട് സാധനങ്ങൾ എന്തൊക്കെയാണ് ഗൈസ്? അതിന്റെ ഗ്രേവി വരെ നൈസ്. നമ്മുടെ ലോബ്സ്റ്റർ തീർന്ന് ഫിനിഷായി. നീ തന്നെ തിന്ന് കൂടുതല്. അധികം കിട്ടിയില്ല. ഒരു പീസ് ഉണ്ട്. അടുത്ത ഗൈസ് നമുക്ക് ഈ ഡിഷ് ട്രൈ ചെയ്യാം. ക്രാബ്. ക്രാബിന് എന്ത് വേണമെന്ന് അറിയാവോ? ടൂൾസ് എടുക്കണം. നമ്മളിങ്ങനെ വേണം എടുക്കാൻ. വീട്ടിലാണേൽ ഇതിനെ നമ്മൾ കടിച്ച് പറിച്ച് തിന്നും. പക്ഷെ ഇവിടെ വന്ന ടൂൾസ് ഉണ്ട്. എനിക്ക് ശക്തിയില്ല ബ്രോ. 5 സ്റ്റാർ ഹോട്ടലിൽ വന്ന 5 സ്റ്റാർ ആവണം. ഇല്ല, എനിക്ക് ശക്തിയില്ല. 5 സ്റ്റാർ ആവാണ്. ഇപ്പൊ എങ്ങനെ ഞാൻ ഇത് പൊട്ടിച്ചിട്ടേ പോകത്തുള്ളൂ. ആനിക്ക് പൊട്ടിക്കാൻ ഇന്ന് പറ്റത്തില്ല. ആനിക്ക് ഇന്ന് പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇത്ര എനിക്കുള്ള ശക്തി. പക്ഷെ ഇത് തിന്നാൻ പറ്റും നമുക്ക്. എന്നിട്ട് നമ്മൾ ഇതിനെടുത്ത് ഇങ്ങനെ ആക്കണം. ഞാൻ ഇത് നോക്കാം. ഫൈനലി ഇതാണ് ഇതിനകത്തുള്ള മീറ്റ്. ഞാൻ ഈ സാധനത്തിൽ നിന്ന് കുത്തി കുത്തി ഇത്ര തന്നെ വന്നു. ഇത്ര എന്താ നമുക്ക് അവർ പറഞ്ഞ ഈ മസാല കൊണ്ടാണ് നമ്മൾ തിന്നേണ്ടത്. മസാല എടുക്കണം, ഒരു പീസ് വെക്കണം. ഇങ്ങനെ വേണം അത് തിന്നാൻ. ഗൈസ്, അങ്ങനെ നമ്മൾ 25 രൂപ മുതൽ 25,000 എല്ലാ ഫുഡും ട്രൈ ചെയ്ത് എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. ടേസ്റ്റിയാണ്. ഒട്ടുമിക്കത് വീട്ടിലെ ടേസ്റ്റ് ആണ്. നമ്മൾ വിചാരിച്ച് വില കുറവുള്ള സാധനത്തിന് ടേസ്റ്റ് കുറവായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കുഴപ്പമില്ല. വീട്ടിലുണ്ടാക്കുന്ന കറക്റ്റ് ടേസ്റ്റ് അങ്ങനെ തന്നെ നമുക്ക് കിട്ടി. ഞങ്ങൾക്കറിയാവുന്ന ബെസ്റ്റ് സ്പോട്ടിലാണ് ഞങ്ങൾ പോയത്. അതിന് ഗൈസ്, നിങ്ങൾക്ക് അറിയാനുള്ള ബെസ്റ്റ് സ്പോട്ട് നിങ്ങൾ പറഞ്ഞ അടുത്ത വീഡിയോ നമ്മൾ അവിടെ പോയി ചെയ്യുന്നതായിരിക്കും വലിയ രീതിയിൽ. നിങ്ങൾ കമന്റ് ചെയ്താൽ നമ്മൾ പാർട്ട് 2 ആയിട്ട് വലുതായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.